കേരളത്തിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്ന പട്ടണങ്ങളിലൊന്നായി പാലക്കാട് അറിയപ്പെടുന്നു. മലയാളി രുചികളും തമിഴ്നാട് രുചികളും ചേർന്നതാണ് പാലക്കാട്ടെ ഭക്ഷണം. മികച്ച ധാരാളം റെസ്റ്റോറൻറ്റുകൾ പാലക്കാട് നഗരത്തിൽ എവിടെ നോക്കിയാലും കാണുവാൻ പറ്റും. ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണവും തമിഴ്നാട് രുചിയിലുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും പാലക്കാട് നഗരത്തിൽ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും രുചികരമായ ഇലയട ലഭിക്കുന്നത് ഒലവക്കോട്ടുള്ള പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മണീസ് കഫേയിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഇടത് ഭാഗത്തുള്ള ചെറിയ ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയാൽ മണീസ് കഫേ കാണുവാൻ പറ്റും. 25 രൂപക്കാണ് ഇവിടെ മികച്ച ഇലയട ലഭിക്കുന്നത്. അതുപോലെ പായസത്തോടു കൂടിയ ഇവിടുത്തെ ഉച്ചഭക്ഷണവും വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. ഉച്ചസമയത്ത് നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഒലവക്കോട്ടെ മണീസ് കഫേ. അതുപോലെ ധാരാളം ന്യൂ ജനറേഷൻ റെസ്റ്റോറൻറ്റുകളും പാലക്കാട് നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ റോഡിൽ സുൽത്താൻപേട്ടിൽ ലേ കഫേ റെസ്റ്റോറൻറ്റ് അറേബ്യൻ ഫലൂദ, ചിക്കൻ മോമോസ്, ചിക്കൻ പോപ്കോൺ എന്നിവ നൽകുന്നു. തമിഴ്നാട് ശൈലിയിൽ ദോശമാവും ഇഡ്ലിമാവും കിലോക്ക് 40 രൂപ നിരക്കിൽ ഇവിടെ വാങ്ങിക്കുവാൻ കിട്ടും. 1 കിലോ ദോശമാവ് കൊണ്ട് 15 ദോശ അല്ലെങ്കിൽ 17 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ഫുഡ് വീടുകളിൽ വിതരണം ചെയ്യുന്നുമുണ്ട്. പാലക്കാട് നഗരത്തിൽ എവിടെ നോക്കിയാലും മികച്ച കൂൾബാറുകൾ കാണാം. വളരെ ഉയർന്ന താപനിലയുള്ള ഒരു നഗരമായതുകൊണ്ട് ജനങ്ങൾ തുടർച്ചയായി കൂൾ ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കുന്നു. കൊല്ലത്തിൽ 12 മാസവും നല്ല ചൂടുള്ള ഒരു നഗരമാണ് പാലക്കാട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ചൂട് സഹിക്കുവാൻ പ്രയാസവുമുണ്ട്. അതുകൊണ്ടാണ് സാധാരണയിൽ കവിഞ്ഞ എണ്ണത്തിൽ കൂൾബാറുകൾ ഇവിടെ കാണുവാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് ചർച്ച് റോഡിൽ മാളവിക റെസ്റ്റോറൻറ്റ് പൂൾ സൈഡ് സീറ്റിംഗുള്ള മനോഹരമായ ഒരു പീരിയഡ് ബിൽഡിങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ചെറിയ മുറികളിലാണ് ഭക്ഷണം വിളമ്പുന്നത്. അതുപോലെ കോട്ട് റോഡിൽ സുൽത്താൻപേട്ടിൽ നാദാസ് കഫേ മലപ്പുറം ശൈലിയിൽ നേരിയ പത്തിരിയും ട്യൂണ ഫ്രൈയും നൽകുന്നു. മനോഹരമായ ഡിസൈനിങ് ആണ് നാദാസ് കഫേക്ക് ചെയ്തിട്ടുള്ളത്. വിശാലമായൊരു നഗരമാണ് പാലക്കാട്. നല്ല വീതിയും വെളിച്ചവുമുള്ള ഒരു നഗരമായതുകൊണ്ട് പാലക്കാട് വാഹനമോടിക്കാൻ ഒരു പ്രത്യേകമായ സുഖമുണ്ട്. കേരളത്തിലെ മറ്റു നഗരങ്ങളിൽ ഉള്ളതുപോലെ ട്രാഫിക് ജാമോ വാഹനപ്പെരുപ്പമോ ഇവിടെ കാണുവാൻ പറ്റാത്തത് മികച്ച ഡിസൈനിൽ ഉണ്ടാക്കിയ ഒരു നഗരമായതുകൊണ്ടാണ്. ധാരാളം ഫ്ലൈ ഓവറുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പരന്നു കിടക്കുന്ന ഒരു നഗരമായതുകൊണ്ട് ഓട്ടോറിക്ഷ ചെലവുകൾ ഇവിടെ അധികമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് 100 രൂപ കൊടുക്കേണ്ടി വരും. അതുപോലെ KSRTC ബസ് സ്റ്റാൻഡ് വേറൊരു സ്ഥലത്തായതുകൊണ്ട് അവിടേക്കും 100 രൂപ ചാർജ് ചെയ്യുന്നു. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ കാണുന്നത് പോലെ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും എല്ലാം കൂടി ഒറ്റ സ്ഥലത്തല്ല പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ളത്. പശ്ചിമഘട്ടനിരകളിലെ ഒരു വിടവാണ് പാലക്കാടൻ ചുരം. പണ്ടുകാലത്ത് പാലക്കാട് വഴി മാത്രമേ കേരളത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ധാരാളം പാലമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമായതുകൊണ്ടാണ് പാലക്കാടിന് ഇത്തരത്തിലൊരു പേര് വന്നത്. മലയാളവും തമിഴും സംസാരിക്കുന്നവർ പാലക്കാട് നഗരത്തിൽ താമസിക്കുന്നു. ധാരാളം തമിഴ് ബ്രാഹ്മണർ ഇവിടെയുള്ള അഗ്രഹാരത്തിൽ താമസിക്കുന്നുണ്ട്. കോയമ്പത്തൂർ റോഡിൽ കൂടുതലായി ശുദ്ധമായ തമിഴ് സംസാരിക്കുന്നവരും മറ്റു ഭാഗങ്ങളിൽ മലയാളം സംസാരിക്കുന്നവരെയും കാണുവാൻ പറ്റും. ഉയർന്ന പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമായി പാലക്കാട് കണക്കാക്കപ്പെടുന്നു. ധാരാളം ഈന്തപ്പനകളും വയലുകളും ഉള്ളതുകൊണ്ട് ഈ നഗരം വളരെ ഫോട്ടോജനിക്കാണ്. ഫലഭൂയിഷ്ടമായ ധാരാളം താഴ്വരകളും ഇവിടെയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് നഗരത്തിന് വമ്പിച്ച ബിസിനസ് വളർച്ച അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട്. കോയമ്പത്തൂർ നഗരത്തോടുള്ള സാമീപ്യമാണ് ഈ വൻ വളർച്ചയ്ക്ക് കാരണം. ഇവിടെ നിന്ന് കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്ക് 50 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കേരളത്തിലെ മറ്റ് നഗരങ്ങളിലുള്ള ബിസിനസ്സുകാർ കോയമ്പത്തൂരുമായി ബന്ധപ്പെടുന്നത് പാലക്കാടിലെ ബിസിനസ്സുകാർ മുഖേനയാണ്. അങ്ങനെ ഒരു ട്രേഡിംഗ് സ്റ്റേഷനായി പാലക്കാട് മാറിയിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് പാലക്കാട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുംബൈയിലേക്കും ചെന്നൈയിലേക്കും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും നേരിട്ട് തീവണ്ടികൾ ലഭിക്കും. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒലവക്കോടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള പാസഞ്ചർ വണ്ടികൾ പുറപ്പെടുന്നു.
ഉയർന്ന ടൂറിസം വികസനം നടന്നു കഴിഞ്ഞ ഒരു സ്ഥലമായി പാലക്കാട് അറിയപ്പെടുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലാണ്. ടെലിഫോൺ വഴി മുൻകൂട്ടി റിസർവ് ചെയ്താൽ മാത്രമേ ജീപ്പിൽ വനത്തിനുള്ളിലേക്ക് യാത്ര ചെയ്യുവാൻ പറ്റുകയുള്ളൂ. കേരള സർക്കാരിൻ്റെ വനം വകുപ്പാണ് ഈ ജീപ്പ് സവാരി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷനും ഇവിടെ അടുത്താണ്. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയിൽ പോത്തുണ്ടി അണക്കെട്ടും പൂന്തോട്ടവും ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. അതുപോലെ ഷോലയാർ വനവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാളയാർ അണക്കെട്ടിൽ എത്തിച്ചേരാൻ പറ്റും. പ്രശസ്തമായ ഒരു ഡിയർ പാർക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് നഗരത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ മലമ്പുഴ അണക്കെട്ടാണ്. ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ കൽപ്പാത്തി പുഴയുടെ കുറുകെയാണ് മലമ്പുഴ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മനോഹരമായൊരു തൂക്കുപാലവും ബോട്ടിംഗ് സൗകര്യവും ജാപ്പാനീസ് ഗാർഡനും വാട്ടർ തീം പാർക്കും ടോയ് ട്രെയിനും അക്വാറിയം കേബിൾ കാറും ഇവിടെയുണ്ട്. കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പറ്റിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മലമ്പുഴ അണക്കെട്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ധാരാളമായി ഇവിടെ എത്തിച്ചേരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7:30 മണി വരെ ഗാർഡനിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ധാരാളം ലോഡ്ജുകളും ടൂറിസ്റ്റ് ഹോമുകളും മലമ്പുഴ ഗാർഡന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ കൂടുതലായി ലഭിക്കാനുള്ളത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ക്രൗൺ ടൂറിസ്റ്റ് ഹോം ധാരാളം പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ലോഡ്ജാണ്. എയർ കണ്ടീഷൻ മുറികൾക്ക് 1400 രൂപയും സാധാരണ മുറികൾക്ക് 1000 രൂപയും ചാർജ് ചെയ്യുന്നു. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ 1-ാം നിലയിൽ റിട്ടയറിംഗ് റൂം എന്ന പേരിൽ ഒരു റെയിൽവേ ലോഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 400 രൂപയ്ക്ക് എയർ കണ്ടീഷൻഡ് സിംഗിൾ റൂമുകൾ ലഭിക്കുന്നു. തീവണ്ടി യാത്രക്കാർക്ക് മാത്രമേ മുറികൾ കൊടുക്കാറുള്ളൂ. കേരളത്തിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാളും ചെലവ് ചുരുങ്ങിയ ഒരു ജീവിതശൈലി പാലക്കാടിന് സ്വന്തമായിട്ടുണ്ട്. തമിഴ്നാടിനുള്ള സാമീപ്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചെലവ് ചുരുങ്ങിയ ജീവിതശൈലി ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചത്. എങ്കിലും ഉയർന്ന വോളിയത്തിൽ കച്ചവടം നടക്കുന്നതുകൊണ്ട് ഇവിടെ ബിസിനസ് നടത്തുന്നവർ പെട്ടെന്ന് കോടീശ്വരന്മാരായി മാറുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ പാലക്കാട്ടേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. പാലക്കാട് നഗരത്തിൻ്റെ ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി മലബാർ മാഗസിൻ എത്തിച്ചേർന്നത് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്തായിരുന്നു. ധാരാളം മൈക്ക് കെട്ടിയ വാഹനങ്ങൾ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത് കാണുവാൻ പറ്റി. നാളെ പുറത്തു വരുന്ന ഇലക്ഷൻ ഫലത്തിൽ ആര് ജയിച്ചാലും പാലക്കാട് നഗരത്തിൻ്റെ രാഷ്ട്രീയ ബോധവും സമരവീര്യവും മികച്ച ജീവിതശൈലിയും എല്ലാ കാലവും നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ പറ്റും. പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.